കല്യാണത്തിന് മുന്നേ എനിക്ക് ഈ പാവക്കൂത്ത് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ മണ്ണാർക്കാട് അങ്ങനെ ടൗൺ അങ്ങനെ ആ പ്രദേശത്തായിരുന്നു താമസം. ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് വന്നു. ഇതെനിക്കൊരു അത്ഭുതമായിരുന്നു പാവകളൊക്കെ കാണുമ്പോൾ. അതങ്ങനെ പാവകൾ കണ്ട് അതിലൊരു താല്പര്യം, പാവ ഉണ്ടാക്കണം. നമ്മുടെ അമ്മാവന് നല്ല ഇഷ്ടമാണ് സ്ത്രീകൾ രംഗത്തേക്ക് ഇറങ്ങണം, അങ്ങനെയുള്ള ഒരു അദ്ദേഹം അങ്ങനെ വലിയ അതിൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പാവക്കൂത്തി പഠിക്കണം, അതിൽ വലിയ ഇഷ്ടം തോന്നി. ഈ പാവക്കൂത്തിൻ്റെ ബുക്കൊക്കെ എടുത്ത് വായിക്കും. അപ്പോൾ ആദ്യം തന്നെ അമ്മാവൻ്റെ അടുത്ത് ഈ കുറച്ച് ശ്ലോകങ്ങൾ, എനിക്ക് ഭക്തി ജാസ്തിയാണ് ഇത്തിരി, അത് ചെറുപ്പം മുതലേ ഇത്തിരി ദൈവ ഈശ്വര വിശ്വാസം ജാസ്തിയാണ്. അപ്പോൾ വന്നപ്പോൾ അമ്മാവൻ്റെ അടുത്ത് ചോദിച്ചു, കുറച്ച് പാട്ടുകൾ എനിക്ക് എഴുതി തരുമോ, ശ്ലോകങ്ങൾ. അപ്പോൾ നല്ലൊരു താല്പര്യം തോന്നി, നല്ല ദൈവഭക്തിയുള്ള ആളാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് പാട്ടുകളൊക്കെ എഴുതി തന്നു. പാട്ടുകളൊക്കെ നല്ല ശ്ലോകങ്ങളാണ്, ഒരുപാട് നീട്ടി പാടാം. ആ പാട്ടുകൾ ദിവസവും പാടും ഞാൻ. തുല്ലൂലകിലേനത് കയ്யை നീ ചോരവിടലാമാ നീയും ചോരവിടലാമാ. അത് അമ്മാവനൊക്കെ പാടുമ്പോൾ ആ പാട്ടുകളൊക്കെ രീതിയിൽ പാടും. അവർക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. അവർ ഈ പാടുന്ന പാട്ട് ഇപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ സ്പീഡിലാന്ന് മാത്രം. ഈ സമയം കിട്ടില്ലല്ലോ, വീട്ടിലകത്ത് പഠിത്തരൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പാവ കൊത്തണം. പാവ കൊത്തുമ്പോൾ പാവ അതിൽ തന്നെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ചുവട്ടിൽ പോയി പണിയെടുത്താലും മനസ്സ് മുഴുവൻ പാവത്തിൽ ഇതാവും. അപ്പോൾ ഈ പാട്ട് ഇത്തിരി സ്പീഡിൽ പാടും. മണ്ണാതി ഭൂതമോട് വിണ്ണാതി അണ്ടം നീ മറതാങ്കി അടിമുടി നീ മതി നീ രവി നീ അനലെന്നീ പുനലെന്നീ മണ്ഡലം വിരണ്ടേഴുന്നീ പൊന്നുന്നീ പൊരുളുന്നീ ഒളിയുന്നീ പോതിക്ക വந்த ഗുരു നീ പുകഴനാക്കരങ്ങൾ ഒൻപോ നീ ഇന്ത പൂവനങ്ങൾ പെറ്റവൻ നീ പേതാതി ഭേദം നീ പാതാതി കേശം നീ പെറ്റതന്തായി ഗുരു നീയെ എണ്ണര് ജീവകോടികളെൻ കുറകളായി കുറപ്പേ നീശനേ ശിവകാമിനേശനെ എന്തിലെ വാൾ നടരാജനേ, ശിവൻ്റെ പാട്ടാണ്. അപ്പോൾ അവർ ഇതിലുപോലെ ഒരുപാട് ശ്ലോകങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ദിവസം പാടുന്ന പാട്ട് പറഞ്ഞാൽ 1 മണിക്കൂറിൽ പാടി തീർക്കും സ്പീഡിൽ. പക്ഷേ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും മനപ്പാടാക്കി. പിന്നെ ഈ പാവകത്താൻ തുടങ്ങിയപ്പോൾ അന്ന് അവർ ഒരു സ്പെയിനിലേക്ക് ഒരു യാത്രയുണ്ടായി. അപ്പോൾ ഞാൻ ചെറിയ 2 പാവകൾ, ഹസ്ബൻഡ് നല്ല പാവകത്തുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു. ഇങ്ങനെ പാവ വരച്ചിട്ട് ഈ ഭാഗങ്ങൾ കൊത്തണം അത് കാണിച്ചു തന്നു. അപ്പോൾ പാവകളൊക്കെ കൊത്തി എൻ്റെ ഇഷ്ടപ്രകാരം പെയിൻ്റ് അടിച്ച് അത് ഇവർ ഫോറിൻ യാത്രയ്ക്ക് പോയപ്പോൾ ഞാൻ കൊടുത്തയച്ചവരുടെ അടുത്ത്. അപ്പോൾ അമ്മാവൻ അന്ന് 1400 രൂപ 1500 രൂപ, അന്ന് നല്ലൊരു ഇതാണല്ലോ. ആ വിറ്റ പൈസേനെ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. എനിക്കത് ഇപ്പോഴും മനസ്സിലതൊരു വലിയൊരു കാര്യമാണ്. കാരണം അന്നത് 1500 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ ശരിക്കത് അതിൻ്റേതായിരിക്കും. പിന്നെ പൈസ മാത്രമല്ല, നമുക്കതിലൊരു താല്പര്യം വരുമല്ലേ. അപ്പോൾ അവർ അത്രയും മനസ്സുകൊണ്ട് എൻ്റെ അടുത്ത് തന്നിട്ട്, ഇത് നിനക്കൊരു ആദ്യത്തെ ഒരു ഇതാണ് ഈ പാവ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഒരു, ഇനി നിനക്ക് പാവ ഉണ്ടാക്കാൻ തോന്നലും അതിൽ ആഗ്രഹം വരണം പറഞ്ഞിട്ട് അമ്മാവ നമ്മളെ പ്രോത്സാഹനം തന്നു. പിന്നെ അങ്ങനെ പാവകൾ ഉണ്ടാക്കുന്നതിൽ വലിയ താല്പര്യമായി. പഴയ വലിയ പാവകളിൽ കനുള്ള തോല് കൊത്താനാണ് എനിക്കിഷ്ടം. നല്ല കനുള്ള തോല് കൊത്തുമ്പോൾ ഇത്ര കനക്ക് വരും ചില തോലുകൾ. പണ്ടൊക്കെ മാൻതോല് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ കിട്ടില്ലല്ലോ. ഇപ്പോൾ കാളത്തോല്, ചില തോലൊക്കെ ഇത്ര കനുണ്ടാവും. പക്ഷെ അതിൽ കൊത്തിയെടുത്ത പാവകൾ എത്ര വർഷം കഴിഞ്ഞാലും അതേ പൊട്ടിയിരിക്കും, ഒരു അനക്കം വരില്ല. ഓരോ ദിവസം കഴിയുന്നതോറും ആ പാവകൾക്ക് ഭംഗി കൂടും. അപ്പം ഞാൻ തോല് വാങ്ങി വലിച്ചടിച്ച്, അത് ഇത്തിരി പണിയുണ്ട്. അത് അച്ഛനും മകനും കൂടി തോലൊക്കെ വലിച്ചടിച്ച് ഇതാക്കി തരും. അത് ഉണക്കി കയ്യിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരെയും ഞാനാവും. പിന്നെ അത് പാവകളുടെ അളവെടുത്ത് വരച്ച് അത് കൊത്തിയെടുത്ത് അതൊന്നും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തി വലിച്ചടിച്ച് രോമം കളഞ്ഞ് വൃത്തിയാക്കി അതിനെന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അത് ഒരു പാവ കൊത്താൻ തുടങ്ങിയാൽ മനസ്സ് മുഴുവൻ ആ പാവയിലാവും. ആ കൊത്തുപണിയൊക്കെ കഴിഞ്ഞ് ആ പാവ എടുക്കുമ്പോഴാണ് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. പിന്നെ ഈ പാവയ്ക്ക് അടിക്കുന്ന പെയിൻ്റ് ഉണ്ട്. അത് പെയിൻറ്റ് എങ്ങനെയാ വെച്ചാൽ ഈ മരത്തിൻ്റെ കാതൽ, ഇപ്പോൾ വേങ്ങ വെച്ചാൽ വേങ്ങയുടെ ഉള്ളിലത്തെ കാതലുണ്ട്, ചെറുതായി കൊത്തി നല്ലൊരു ഇത്ര കാതലിട്ട് കഴിഞ്ഞാൽ അതിന് 5 കുടം വെള്ളം ഒഴിക്കണം. ഈ 5 കുടം വെള്ളം 1 ലിറ്റർ ആക്കണം, അല്ലെങ്കിൽ ഒരു 1.5 ലിറ്റർ. അത് ഇതിന് കാതലിൻ്റെ മൂപ്പിനനുസരിച്ചിട്ട് കുറുക്കും. ഈ 5 കുടം വെള്ളത്തിനെ കുറുക്കി അതിലും വലിയ താല്പര്യമാണ്. അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ വിടാതെ അങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കണം ചെമ്പിൽ, എന്നാലേ തിളച്ച് കുറുകുള്ളൂ. അത് തിളച്ച് കുറുകി ആ കറുത്ത പശ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വാരിയെടുക്കണം. ഇതിനെ വാരിയെടുത്തിട്ട് ഈ മരത്തിനെ വേറെ ആക്കിയിട്ട് പിന്നെ ഈ വെള്ളത്തിനെ കുറുക്കണം. അത് വേറൊരു പാത്രത്തിലാക്കി കുറുക്കി അതിൻ്റെ അടുത്തുനിന്ന് പോരുകയില്ല. അപ്പോഴും അടുക്കളയിൽ പണിയെടുത്താലും പെയിൻറ്റിലാവും മനസ്സ് മുഴുവൻ. ഇതിന് വേണ്ട പെയിൻറ്റ് ഞാൻ തന്നെ ഇതിൻ്റെ വലിയ ഇഷ്ടം. അതിൽ എല്ലാ കാര്യത്തിലും എന്തോ പാവയിലൊരു
താല്പര്യം. ഞാൻ ആദ്യം ശ്രീരാമൻ്റെ പാവ ഉണ്ടാക്കും. ഒരുപാട് ശ്രീരാമൻ്റെ പാവ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഓരോന്നിങ്ങനെ. അപ്പോൾ ശ്രീരാമൻ്റെ പാവകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് നിരത്തി അപ്പോൾ വെച്ചിരുന്നു. അപ്പോൾ ഒരു ചേച്ചി എങ്ങനെ പാവകൾ ഉണ്ടാക്കി ചേർക്കുന്നത്, അതിൽ ഭയങ്കര താല്പര്യമായിട്ടാണ് എനിക്ക്. അപ്പം ഇങ്ങനെ ശ്രീരാമൻ്റെ പാവ, ഇത്ര ശ്രീരാമൻ്റെ പാവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഈ അപ്പം ഞാൻ ഇതിനൊക്കെയുള്ള നന്മ എനിക്ക് എവിടെയെങ്കിലും കാത്തിരിക്കുന്നു, തമാശ പോലെ പറയും. പക്ഷെ ആ ശ്രീരാമൻ്റെ പാവകളും ഞാൻ ഉണ്ടാക്കിയ ആ സമയത്ത് ഉണ്ടാക്കിയ പാവകൾ കൊണ്ട് ഞാൻ പാരീസ് പോയി. ആദ്യത്തെ യാത്ര എൻ്റെ അതൊരു ഞങ്ങൾ 4 സ്ത്രീകൾ മാത്രമായിട്ടുള്ള യാത്രയാണ്. എനിക്കവിടെ സ്റ്റാളും സെയിൽസ് അതുപോലെ പാവ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനത്തെ ആയിരുന്നു. ഈ പാവയും കൊണ്ടുപോകുമ്പോൾ സത്യം പറഞ്ഞാൽ പ്ലെയിനിൽ പോകുമ്പോൾ ആദ്യമായിട്ടാണ് പ്ലെയിനിൽ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ശ്രീരാമ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ നന്മയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി 2 മാസം പാരീസിൽ ഭയങ്കര ഞങ്ങൾക്ക് അവിടെ ഈ 4 സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് വലിയൊരു വീട്, ഞങ്ങൾക്ക് അവിടെ എന്ത് ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്ക്. ആദ്യം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഇതിലേക്കില്ലല്ലോ, സ്ത്രീകൾ ഈ രംഗത്തില്ലല്ലോ. അപ്പോൾ വീട്ടിനകത്തെ ഇപ്പോൾ സ്ത്രീകൾ പാവ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. നമ്മൾ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, നല്ല ദൈവികമായിട്ടുള്ള കാര്യം. പരിഹാസങ്ങളൊക്കെ 4 പുറത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ സ്ത്രീകൾ തയ്യാറുണ്ട്. കൂത്തുമാടത്തിലേക്ക് സ്ത്രീകൾ പോവാറില്ല. അത് കമ്മിറ്റി അങ്ങനെയൊക്കെ ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മൾ പോയിട്ടില്ല. നമ്മുടെ മകൾ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അവൾ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ സമയത്തൊരു തിരക്കാണ് കൂത്തിൻ്റെ. ഈ മാർച്ച് മാസത്തിലാണ് വരിക. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയും കൂത്തിന് ആരെയും കിട്ടില്ല, ആ കുട്ടികളൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ മോളെയും കൂട്ടിയിട്ടാണ് ഒപ്പരും. ഇപ്പോൾ കൂത്തിനൊക്കെ ആദ്യം 10-15 പേര് പോയത്, ഇപ്പോൾ 2-3 പേരല്ലേ പോണത്. എൻ്റെ മോളെ പറഞ്ഞയക്കുക. അപ്പോൾ അവൾ ചെറിയ കുട്ടിയിൽ പോയിട്ട് അച്ഛൻ്റെ ഒപ്പം നേരം പുലരോളം കൂത്ത് പറയും. അങ്ങനെ ആദ്യമായിട്ട് അവൾക്ക് അവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി. ഡൽഹിയിൽ നിന്ന് CCRTയുടെ സ്കോളർഷിപ്പ് കിട്ടി. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അവൾ പാവൂത്തി പഠിക്കുന്നുണ്ട്. ഇപ്പോഴും കൂത്ത് പഠിക്കാൻ താല്പര്യമാണ്. കല്യാണം കഴിഞ്ഞ് പോയി, എന്നാലും കൂത്ത് ആ പാട്ടൊക്കെ പാടും, ഒന്നും മറന്നിട്ടില്ല. ആ പാട്ടിലൊക്കെ നല്ല താല്പര്യമുണ്ട്. ഇപ്പോഴും പ്രോഗ്രാമിനൊക്കെ കൂടാൻ പറഞ്ഞാൽ വേഗം പാവ പഠിക്കാനൊക്കെ കൂടും എൻ്റെ ഒപ്പം. അപ്പം അങ്ങനെ സ്ത്രീകൾക്ക് ഇതിലൊരു താല്പര്യം നമ്മളിലൂടെ കിട്ടുക പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അപ്പം ഞാനിതിൽ അന്നത്തെ പരിഹാസങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിൽ നിന്നതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ഒരു കാരണമാവുക പറഞ്ഞാൽ ആദ്യത്തെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു സന്തോഷം തന്നെയല്ലേ. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പാരീസ് പോയിരുന്നു, അതുപോലെ കൊറിയ, സിംഗപ്പൂർ, പിന്നെ ഡൽഹി, ഹൈദരാബാദ്, അവിടെയൊക്കെ ഇവരുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, അമ്പലങ്ങളിലേക്ക്, ഒരുപാട് അമ്പലങ്ങളിൽ കൂത്ത് പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ഇതിനെ പഞ്ചെന്ന് പറയും, ഈ റൗണ്ട് ഷേപ്പിലുള്ളത്. ഇത് ലൈനിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ലൈനിടാൻ ഉപയോഗിക്കുന്നതാണ് ഈ പഞ്ച്. ഈ പഞ്ച് പലതരത്തിലുണ്ട്. ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ ഉള്ളതുണ്ട്, ഓരോ ഹോളിനുള്ളതുണ്ട്. അപ്പോൾ ചില വലിയ വലിയ പാവകൾക്കൊക്കെ വലിയ ഹോളിടും. ചെറുത് നൈസ് തോലിനെയൊക്കെ ചെറുതേ ഇടുള്ളൂ. നല്ല കനുള്ള തോലൊക്കെ ആണെങ്കിൽ നല്ല വലിയ വലിയ ഹോളെടുത്തിട്ട് അതിന് ലൈനിടും. അപ്പോഴാണ് അതിൻ്റെ ചന്തം കിട്ടുള്ളൂ. പിന്നെ ഇതിനെ ചന്ദ്രക്കല പറയും. ഇതിൽ തന്നെ 2-3 ഷേപ്പ് കൊത്താൻ പറ്റും. നെൽമണി കൊത്താം. നെൽമണി എങ്ങനെയാ വെച്ചാൽ ഒരു പുറം ഇങ്ങനെ കൊത്തും, മറ്റേ പുറം ഇത് പുറത്ത് കൊത്തിയെടുത്താൽ അത് നെൽമണി അതിന് പറയുന്നത്. പിന്നെ പരപ്പ്, അങ്ങനെ 4-5 വിധത്തിലുള്ള ഉളികളേ ഉള്ളൂ. പക്ഷെ അത് ചെറുതും വലുതായിട്ട് പലതരത്തിലുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ പല ഷേപ്പിലും കൊത്തിയെടുക്കുന്നത്. ശ്രീരാമ സിംഹാസനത്തിലിരിക്കുകയാണ്. എല്ലാ അലങ്കാരത്തോടു കൂടിയിട്ട് സിംഹാസനത്തിലിരിക്കുന്ന പാവയാണ്. ഇതൊക്കെ ഈ പാവകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഭയങ്കര തൃപ്തിയാണ് മനസ്സിന്. കരുത്തിലും രാമായൻ ബേൻ, കനവിലും രാമായൻ ബേൻ, ദിനത്തിലും രാമായൻ ബേൻ, ദിനഹരി രാമായൻ ബേൻ, മനത്തുള്ളോർ പീഡ നാടി വൻവനെ വരാതെ പോത് ഉനെ തൊഴാമൽ തൊഴുവേൻ മാലെ മാർവാ ഉൻപാദം യാം കൂറുവോമേ. ഭയങ്കര ഭക്തിയായി ഈ പാവകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ. ഇത് ശ്രീരാമൻ എല്ലാ ഭാഗ്യത്തോടുകൂടി സിംഹാസനത്തിലിരിക്കുന്ന പാവയാണ് ഈ പാവ.
ഇത് രാവണൻ ഹനുമാനെ ഡാന്ന് വിളിക്കും. ഒരു ഡാന്ന് വിളിച്ചതിന് ഹനുമാൻ രാവണനെ ഒരു പാട്ടിൽ വിടാതെ അങ്ങോട്ട് ഡാ വിളിക്കുക. എടാതൊടാത് ചെയ്ത് നീ വിടാതൊടാത് പോമടാ, നീ സീതയെ വിട്ടില്ലെങ്കിൽ നിന്നെ ഈ ലങ്കയെന്നെ ചുട്ട് നശിച്ചിട്ട് പോകുമ്പടാ. എടാതൊടാത് ചെയ്ത് നീ വിടാതൊടാത് പോകുന്നടാ, വിടാതൊടാ രാവണ, വിടറാ രാവണ. അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒരു പാട്ടുകൾ. പിന്നെ ഭക്തിയുള്ള പാട്ട് അഞ്ചിലേ ഒൻറ്റു പെറ്റാൻ അഞ്ചിലേ ഒൻറ്റൈത്താവി അഞ്ചിലേ ഒൻറാറാക ആര്യർക്കാകയേകി അഞ്ചിലേ ഒൻറ്റു പെറ്റാനണങ്കെ കണ്ടാലാരൂറിൽ അഞ്ചിലേ ഒൻറ്റു പെറ്റാൻ അവൻ നമ്മை അളിത്ത് കാപ്പാൻ. എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും എല്ലാം തീർത്ത് നമ്മളെ രക്ഷിക്കും എന്നുള്ളതിന് ഉള്ള പാട്ടിൻ്റെ അർത്ഥമാണത്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ശ്ലോകങ്ങൾ ഒക്കെ ഇതിലുണ്ട്. എല്ലാ പാട്ടുകളും ഇവരുടെ കൂടെ കൂടി പഠിച്ചിട്ടുണ്ട്, എല്ലാ ശ്ലോകങ്ങളും ഒപ്പം ചെല്ലാൻ കൂടി എല്ലാവരുടെ കൂടെ അങ്ങനെ വിടാതെ ചെല്ലും. ഇതിലൊക്കെ ഒരു താല്പര്യം പോലെ, ആരും അടിച്ചേൽപ്പിച്ചിട്ടോ അങ്ങനെയല്ല, ഇതിലൊരു ഇഷ്ടം. ഇപ്പോഴും ആ ഇഷ്ടം ഇങ്ങനെ കൂടി 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 വരികയാണ്. പഴയ പാവകൾ, വലിയ പാവകൾ ഉണ്ടാക്കണമെന്ന് താല്പര്യം. ചെറിയ ചെറിയ പാവകളൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെറുതൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതിലൊന്നും താല്പര്യമില്ല, എന്നാലും നമുക്ക് നിലനിർപ്പ് വേണമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കീ ചെയിന് അങ്ങനത്തെ കുട്ടികൾക്ക് ആകർഷിക്കണ പോലുള്ള ചെറിയ ചെറിയ പാവകളൊക്കെ അങ്ങനെ ഉണ്ടാക്കും.